रायबरेली मेरा परिवार है, वैसे अमेठी भी मेरा घर। राहुल आपको निराश नहीं करेंगे। റായ്ബറേലി യുപിയിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷാത്തുരുത്ത്. ഹിന്ദി ഹൃദയഭൂമിയിൽ കാലിനടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോകുമ്പോഴും കോൺഗ്രസിനെ കൈവിടാതിരുന്ന മണ്ഡലം. ഇത്തവണ പോരിനിറങ്ങുന്നത് രാഹുൽ ഗാന്ധി. റായ്ബറേലിയിലും രാഹുലിനെ വീഴ്ത്താൻ സകല തന്ത്രവുമൊരുക്കി BJP. ലക്നൌവിൽ നിന്നും 82 കിലോമീറ്റർ തെക്കുകിഴക്കായി സായി നദീതീരത്ത് പടർന്നു കിടക്കുന്ന മണ്ഡലം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നിർണായക ഏടാണ് ഗാന്ധി കുടുംബത്തിന്റെ ഈ സ്വന്തം തട്ടകം. ഫിറോസ് ഗാന്ധി മുതൽ സോണിയാഗാന്ധി വരെയുള്ള നേതാക്കളെ പാർലമെന്റിലെത്തിച്ച മണ്ണ്. ഇത്തവണ ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരൻ രാഹുൽ പോരിനിറങ്ങുമ്പോൾ അതൊരു തലമുറ മാറ്റം കൂടിയാകുന്നു. 1952 മുതൽ 57 വരെ ഫിറോസ് ഗാന്ധി, 67-ൽ ഇന്ദിരാഗാന്ധി, 71-ലും 80-ലും ഇന്ദിരയുടെ വിജയ തുടർച്ച, 2004 മുതൽ 2019 വരെ സോണിയാഗാന്ധി. ഇങ്ങനെ ഗാന്ധി കുടുംബത്തിന്റെ ഉള്ളം കൈയിലായിരുന്നു റായ്ബറേലി. അനാരോഗ്യം മൂലം സോണിയ പിൻവാങ്ങുമ്പോൾ കുടുംബമണ്ഡലം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇനി രാഹുൽ ഗാന്ധിക്ക്. സോണിയയ്ക്ക് ശേഷം റായ്ബറേലിയിൽ രാഹുലോ പ്രിയങ്കയോ എന്ന ചോദ്യത്തിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് കോൺഗ്രസ് ഉത്തരം കണ്ടെത്തിയത്. പ്രിയങ്ക വരും എന്ന് കരുതിയവർ ഏറെ. എന്നാൽ ഉറച്ച സീറ്റായ വയനാടിന് പുറമെ റായ്ബറേലിയിൽ രാഹുൽ തന്നെ ഇറങ്ങട്ടെ എന്ന തീരുമാനം പാർട്ടിയെടുത്തു. ഗാന്ധി കുടുംബത്തോട് അചഞ്ചലമായ കൂറു പുലർത്തുമ്പോഴും സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് റായ്ബറേലി. തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇന്ദിര നേരിട്ട ഏക പരാജയം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-ലെ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാവിരുദ്ധ വികാരം റായ്ബറേലിയിലും ആഞ്ഞടിച്ചു. ജനതാ പാർട്ടിയിലെ രാജ് നാരായണനോട് കോൺഗ്രസിന്റെ ഉരുക്കുവനിത തോറ്റു. 1980-ൽ തന്നെ ഇന്ദിര മണ്ഡലം തിരികെ പിടിച്ചു എന്നത് മറ്റൊരു ചരിത്രം. 1996-ലും 98-ലും BJPയെയും ജയിപ്പിച്ച മണ്ഡലമാണ് റായ്ബറേലി. 2004-ൽ സോണിയ കളത്തിലിറങ്ങിയതോടെ റായ്ബറേലി മാറി ചിന്തിച്ചിട്ടേയില്ല. ഇത്തവണ ചരിത്ര വിജയത്തിൽ കുറഞ്ഞതൊന്നും മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ കോൺഗ്രസിന് അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? 2009-ൽ 72.2% വോട്ട് നേടിയായിരുന്നു സോണിയാഗാന്ധിയുടെ കൂറ്റൻ ജയം. 2014 തൊട്ട് പക്ഷേ വോട്ട് ശതമാനത്തിൽ ഇടിവ് തുടങ്ങി. 72-ൽ നിന്ന് 64-ആയി കുറഞ്ഞു. BJP വോട്ടുകളിലാവട്ടെ 3 ഇരട്ടി വർധനവും. 2009-ൽ കിട്ടിയ വെറും 3.8% നിന്ന് 5 വർഷങ്ങൾക്കിപ്പുറം കിട്ടിയത് 21.2% വോട്ട്. 2019-ലും BJPയുടെ മുന്നേറ്റം തുടർന്നു. കോൺഗ്രസ് വോട്ടുകളിലാകട്ടെ 10%-ന്റെ ഇടിവും. 64.2-ൽ നിന്ന് 56.4-ലേക്കെത്തി. BJP 21.2%-ൽ നിന്ന് 38.8%-മായി ഗ്രാഫ് ഉയർത്തുകയും ചെയ്തു. 2019-ൽ മായാവതിയുടെ BSPയും SP-യും സോണിയയെ പിന്തുണച്ചിരുന്നു. എന്നിട്ടും കിട്ടിയത് 1,60,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം. ഇത്തവണ BSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ സോണിയയുടെ വോട്ട് വിഹിതം കുത്തനെ കുറച്ച ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇത്തവണയും എതിരാളി. 2018 വരെ കോൺഗ്രസ് പാളയത്തിലുണ്ടായിരുന്ന നേതാവ്. മണ്ഡലത്തിൽ സോണിയക്കായി തന്ത്രങ്ങളൊരുക്കിയവരിൽ പ്രധാനി. പിന്നീട് പാർട്ടിയോട് കലഹിച്ച് BJP പാളയത്തിലെത്തി. കഴിഞ്ഞ തവണ തോറ്റെങ്കിലും മണ്ഡലത്തിൽ സജീവമായി തന്നെ നിലകൊണ്ടു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴി യോഗി സർക്കാരിൽ മന്ത്രിയുമായി. ഗാന്ധി കുടുംബം പക്ഷേ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന പരാതി വ്യാപകമാണ്. എതിർ പാർട്ടികളിൽ നിന്ന് പിന്നെയും കരുത്തരെ BJP റാഞ്ചി. സദർ മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച അതിഥി സിംഗിനെ BJPയിലെത്തിച്ചു. ബ്രാഹ്മണ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള SP MLA മനോജ് പാണ്ഡെയെയും BJP റാഞ്ചി. 11% വരുന്ന ബ്രാഹ്മണ വോട്ടുകൾ അനുകൂലമാക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. റായ്ബറേലി പോലെ തന്നെ കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിൽ 2019-ൽ കിട്ടിയ ഷോക്കിൽ നിന്ന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ മുക്തരായിട്ടില്ല. പ്രധാനമന്ത്രി മോഹവുമായി മത്സരിച്ച രാഹുൽ ഗാന്ധിയെ 55,000 വോട്ടിനാണ് സ്മൃതി ഇറാനി തോൽപ്പിച്ചത്. 2014 മുതൽ രാഹുലിന്റെ വോട്ട് വിഹിതം കുത്തനെ കുറച്ച സ്മൃതി ഇറാനി 2019-ൽ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത്തവണ കിഷോരിലാൽ ശർമ്മയാണ് മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. ദീർഘകാലമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്.
അമേഠി തിരിച്ചുപിടിക്കുക എന്നതും കോൺഗ്രസിന് ഇത്തവണ അഭിമാന പ്രശ്നമാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ തോൽവി ഭയന്നാണ് റായ്ബറേലിയിൽ രാഹുൽ അഭയം കണ്ടെത്തിയത് എന്നാണ് BJPയുടെ പരിഹാസം. റായ്ബറേലിയിലും രാഹുലിനെ തോൽപ്പിക്കുമെന്ന് കട്ടായം പറയുന്നുണ്ട് BJPയും നരേന്ദ്രമോദിയും. എന്നാൽ രാഹുലിന്റെ വ്യക്തിപ്രഭാവവും ഗാന്ധി കുടുംബത്തോട് മണ്ഡലത്തിനുള്ള ബന്ധവും BJPയുടെ എല്ലാ കുതന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. പ്രചാരണങ്ങളിലുടനീളം രാഹുലിന്റെ വലം കൈയായി സഹോദരി പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും അവർ എത്തുന്നു. മോദിക്കൊത്ത എതിരാളിയായി മാറിയിട്ടുണ്ട് ഇക്കാലം കൊണ്ട് രാഹുൽ ഗാന്ധി. എല്ലാ ആരോപണങ്ങൾക്കും ഉടനടി മറുപടി. इस किताब को बीजेपी के लोग खत्म करना चाहते हैं, फाड़ के फेंकना चाहते हैं. मैं आप सबके साथ मिलके बीजेपी और आरएसएस के लोगों को कहना चाहता हूं, आप लोग सपने मत देखो, इस किताब को कोई नहीं मिटा सकता है. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ട്. പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ റായ്ബറേലിയിൽ തീ പാറുകയാണ്. गुड बाय, बस हो गई गुड बाय नरेंद्र मोदी जी की.